നമ്മൾ കഴിഞ്ഞ രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് വിശുദ്ധ മൈക്കിളിന്റെ പെരുന്നാളിന് ശേഷം വിശുദ്ധ ഫ്രാൻസിസ് ഫ്രയർ ലിയോയോടും ഭക്തനായ ആ കഴുതക്കാരനോടുമൊപ്പം മലയിൽ നിന്നിറങ്ങി അസീസിയിലെ സാന്ത മരിയ ദെല്ലി ആഞ്ചലയിലേക്ക് പോകുന്ന കാഴ്ചയോടുകൂടിയായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അൽവേർണ മലയിൽ നിന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ വിശുദ്ധിയുടെ പ്രശസ്തി നാടുനീളം മുഴങ്ങിക്കഴിഞ്ഞിരുന്നു. കാരണം അൽവേർണ പർവ്വതമെല്ലാം കത്തി ജ്വലിക്കുന്നത് തങ്ങൾ കണ്ടു എന്ന് ഇടയന്മാർ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനാൽ ഫ്രാൻസിസ് പിതാവ് കടന്നു പോകുന്നുവെന്ന് കേട്ടപ്പോൾ ചെറിയവരും വലിയവരുമായ എല്ലാവരും വളരെ ഭക്തിയോടെയും ആഗ്രഹത്തോടെയും അവനെ തൊടാനും ആ കൈകളിൽ ചുംബിക്കാനും ശ്രമിച്ചു. ജനങ്ങളുടെ ഭക്തിയെ ചെറുക്കാൻ കഴിയാതെ കൈപ്പത്തി കെട്ടിയിട്ടുണ്ടെങ്കിലും കൂടുതൽ ബാൻഡേജ് കൊണ്ട് മറച്ച് അവർക്ക് ചുംബിക്കാൻ വിരലുകൾ മാത്രം അവൻ നൽകി. ലൗകിക മഹത്വത്തിന്റെ എല്ലാ അവസരങ്ങളും ഒഴിവാക്കാനും മറയ്ക്കാനും ഫ്രാൻസിസ് പിതാവ് ശ്രമിച്ചുവെങ്കിലും അനേകം അത്ഭുതങ്ങൾ ഉണ്ടാകുവാൻ ദൈവം അനുവദിച്ചു. അങ്ങനെ സെന്റ് ഫ്രാൻസിസ് അരേറ്റ്സോ എന്ന സിറ്റിക്ക് അടുത്തെത്തിയപ്പോൾ ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ കൈകളിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. 8 വയസ്സുള്ള ആ കുട്ടി 4 വർഷമായി വയറിനുള്ളിൽ ഒരുപാട് വെള്ളം തടഞ്ഞ് വീർത്തിരിക്കുകയായിരുന്നു. അവൻ നിന്നാൽ കാലുകൾ കാണത്തില്ലായിരുന്നു. ഈ സ്ത്രീ തൻ്റെ മകനെ ഫ്രാൻസിസ് പിതാവിൻ്റെ മുമ്പിൽ കിടത്തി അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നപേക്ഷിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ പഞ്ചക്ഷതമേറിയ ആ കൈകൾ കൊണ്ട് കുട്ടിയുടെ വയറിൽ തൊട്ടു പ്രാർത്ഥനയോടെ മകനെ തിരിച്ചുകൊടുത്തു. അവർ സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. അതേ ദിവസം തന്നെ സെന്റ് ഫ്രാൻസിസ് ബോർഗോ സൻ സെപ്പോൾക്രോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുകൂടി കടന്നു പോവുകയായിരുന്നു. ആ സ്ഥലത്തെ ഗ്രാമവാസികൾ അവനെ കാണാൻ ഒലിവ് കമ്പുകളുമായി ഇതാ വിശുദ്ധൻ, ഇതാ വിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കാണാൻ പുറപ്പെട്ടു. ആ ജനത്തിന്റെ മധ്യത്തിലൂടെ ഫ്രാൻസിസ് പിതാവ് ധ്യാനത്തിലും പ്രാർത്ഥനയിലും കടന്നു പോയതുകൊണ്ട് അവൻ അറിഞ്ഞേയില്ല ആരൊക്കെ അവനെ തൊട്ടെന്നോ എന്തൊക്കെ പറഞ്ഞോ എന്നോ. ആ സിറ്റി കഴിഞ്ഞ് അപ്പുറത്ത് ചെന്നപ്പോൾ അവിടെ ഒരു കുഷ്ഠരോഗികളുടെ വീടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഫ്രാൻസിസ് പിതാവ് തന്റെ സഹോദരൻ ലയോയോട് ചോദിച്ചു, നമ്മൾ ബോർഗോയ്ക്ക് സമീപം എത്തിയോ എന്ന്. അതായത് ആ സിറ്റിയിൽ കൂടെ കടന്നു പോയെങ്കിലും വളരെയധികം ആൾക്കാർ അവനെ തൊട്ടെങ്കിലും വിശുദ്ധൻ വിശുദ്ധൻ എന്ന് ആരവം വിളിച്ചെങ്കിലും അവൻ അതൊന്നും അറിയാതെ അബോധാവസ്ഥയിലാണ് കടന്നുപോയത്. ഇങ്ങനെ മറ്റു പല തവണയും സംഭവിച്ചു. അന്ന് വൈകുന്നേരം സെന്റ് ഫ്രാൻസിസ് മോന്തെക്കസാലെ എന്ന സ്ഥലത്തെത്തി. അവിടെ ഫ്രാൻസിസ്കൻ സഹോദരങ്ങളുടെ ഒരു സന്യാസ ഭവനം ഉണ്ടായിരുന്നു. മറ്റ് സഹോദരങ്ങളോടൊപ്പം ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ ഒരു സഹോദരൻ മുറിയിൽ രോഗിയായി കിടക്കുന്ന വിവരവും ആ സഹോദരന്റെ അവസ്ഥയും ഫ്രാൻസിസ് പിതാവിനോട് പറഞ്ഞു. ശരീരം മൊത്തം വിറയ്ക്കുകയും വായിൽ നിന്ന് നുരയും പതയും വരികയും ചെയ്തിരുന്നു. ഞരമ്പുകൾ ചില സമയത്ത് ചുരുങ്ങി വളഞ്ഞൊടിഞ്ഞ് മറ്റ് സമയത്ത് കുതികാൽ കഴുത്തിൻ്റെ അടുത്തുവരെ വരികയും മറ്റ് സമയത്ത് വായുവിലേക്ക് പറന്നു പോവുകയും അങ്ങനെ പലതരത്തിലുള്ള അസാധാരണമായ കാഴ്ചയും ബുദ്ധിമുട്ടുമായിരുന്നു ആ സഹോദരൻ അനുഭവിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് ഡൈനിങ് റൂമിലായിരുന്നതിനാൽ ആ സഹോദരനോട് കനിവ് തോന്നി അവരോട് ഒരു റൊട്ടി കഷ്ണം ചോദിച്ചു. അത് തൻ്റെ വിശുദ്ധ കൈകളാൽ അനുഗ്രഹിച്ച് റൊട്ടിയുടെ മേൽ ഒരു കുരിശടയാളം വരച്ച് ആ രോഗിക്ക് കൊടുക്കാനായി മറ്റൊരു സഹോദരൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു. അത് കഴിച്ചപ്പോൾ ആ സഹോദരൻ സുഖം പ്രാപിച്ച് പെട്ടെന്ന് ഇറങ്ങി വന്ന് മറ്റ് ഫ്രയേഴ്സിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ച് ഫ്രാൻസിസ് പിതാവിന് നന്ദി പറഞ്ഞു ദൈവത്തെ സ്തുതിച്ചു. അതിനുശേഷം ഫ്രാൻസിസ് പിതാവ് ഫ്രയർ ലിയോയെയും ആ കഴുതക്കാരനെയും തിരിച്ച് അൽവേർണയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് മറ്റ് സഹോദരങ്ങളോടൊപ്പം അസീസിയിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അതേസമയം ആ കഴുതക്കാരൻ അരേറ്റ്സോയിലൂടെ കടന്നു പോയപ്പോൾ 2 ദിവസം മുമ്പ് സംഭവിച്ച അത്ഭുതങ്ങൾ അരേറ്റ്സോയിലുള്ള എല്ലാവരും അറിയുകയും കഴുതക്കാരനെ കണ്ട് ഫ്രാൻസിസ് പിതാവായിരിക്കുമെന്നോർത്ത് എല്ലാവരും ഓടിച്ചെല്ലുകയും ചെയ്തു. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ 3 ദിവസമായി പ്രസവവേദന അനുഭവിച്ച് പ്രസവിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. ആയതിനാൽ എല്ലാവരും ഓടി വന്ന് ഫ്രാൻസിസ് പിതാവിനെ കൊണ്ട് ആ കരങ്ങൾ കൊണ്ട് ഈ സ്ത്രീയുടെ വയറേൽ ഒന്ന് തൊടാനായി കൊണ്ടുവന്നു.
അപ്പോഴാകട്ടെ അവർക്ക് മനസ്സിലായി ഫ്രാൻസിസ് പിതാവില്ലായിരുന്നു, ആ കഴുതക്കാരനെ ഉള്ളായിരുന്നുവെന്ന്. അപ്പോൾ അവർ ചോദിച്ചു, ഫ്രാൻസിസ് പിതാവ് തൊട്ട എന്തെങ്കിലും സാധനം ഈ കഴുത വണ്ടിയിൽ ഉണ്ടോ എന്ന്. അവർ നോക്കിയപ്പോൾ കഴുതപ്പുറത്തിരുന്നപ്പോൾ ഫ്രാൻസിസ് പിതാവ് പിടിച്ചുകൊണ്ടിരുന്ന ഒരു വള്ളി ഉണ്ടായിരുന്നു. ആ വള്ളി ഈ സ്ത്രീയുടെ വയറിൽ അവർ വയ്ക്കുകയും ആ സമയം തന്നെ ആ സ്ത്രീയുടെ വേദന കുറഞ്ഞ് അവർ പ്രസവിക്കുകയും ചെയ്തു. അങ്ങനെ മരണവേദനയിൽ നിന്നും ആ സ്ത്രീ രക്ഷപ്പെട്ട് കുഞ്ഞിന് ജീവൻ കൊടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് മോന്തക്കസാലയിൽ നിന്നും ചിത്താ ദി കസ്തേലോ എന്ന സ്ഥലത്തു വഴി കടന്നു പോവുകയായിരുന്നു. വളരെ കാലമായി പിശാചു ബാധിതയായി ഒരു സ്ത്രീയെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. കാരണം അവളുടെ ക്രൂരമായ അലർച്ചകളും നിലവിളിയും ഒരു നായയെപ്പോലെയുള്ള കുരയും കൊണ്ട് അയൽപക്കത്തുകാർക്കൊക്കെ വളരെ അസ്വസ്ഥമായിരുന്നു. അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് ആദ്യം പ്രാർത്ഥിക്കുകയും അവളുടെ മേൽ കുരിശിൻ്റെ അടയാളം വരച്ചുകൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. ആ സമയം തന്നെ അവളുടെ ശരീരത്തിലും മനസ്സിലുമുള്ള തിന്മയുടെ എല്ലാ ബാധയും വിട്ടുപോവുകയും അവൾ സുഖം പ്രാപിക്കുകയും ചെയ്തു. ഈ അത്ഭുതം ആളുകൾക്കിടയിൽ മുഴങ്ങിക്കേട്ടപ്പോൾ മറ്റൊരു സ്ത്രീ ക്രൂരമായ വ്രണത്താൽ വലയുന്ന തൻ്റെ രോഗിയായ കുഞ്ഞിനെ വിശ്വാസത്തോടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് കുട്ടിയെ എടുത്ത് കുരിശിൻ്റെ അടയാളം 3 പ്രാവശ്യം വരച്ച് വീണ്ടും ആ ബാൻഡേജ് കെട്ടി അവനെ അമ്മയ്ക്ക് തിരികെ കൊടുത്തു. വൈകുന്നേരമായതിനാൽ അവൾ ഉടനെ ആ കുഞ്ഞിനെ കിടക്കയിൽ കിടത്തി. പിറ്റേ ദിവസം രാവിലെ കുട്ടിയെ ചെന്നെടുത്ത് ബാൻഡേജ് അഴിച്ച് നോക്കിയപ്പോൾ ഒരു മുറിവുമില്ലാതെ പൂർണ്ണമായി സുഖമായിരിക്കുന്നത് കണ്ടു. ആ വ്രണമുണ്ടായിരുന്ന സ്ഥലത്ത് ഒരു ചുവന്ന റോസപ്പൂവിൻ്റെ രീതിയിൽ മാംസം വളർന്നു എന്ന് മാത്രം. വ്രണങ്ങൾ അവശേഷിപ്പിച്ച ഒരു മുറിവ് പോലും അവിടെ ഇല്ലായിരുന്നു. ജീവിതകാലം മുഴുവൻ അവൻ അങ്ങനെ ജീവിച്ച് മറ്റുള്ളവരെ ആ റോസപ്പൂ കാണിക്കുകയും ചെയ്തു. അതിനുശേഷം ഫ്രാൻസിസ് പിതാവ് അസീസിയിലേക്ക് പോയി. അവിടെ എത്താറായപ്പോൾ ഫ്രയർ ലിയോ തൻ്റെ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ഒരു വലിയ കുരിശ് കണ്ടു. ആ കുരിശ് അവരുടെ മുൻപേ നടന്നു പോവുകയായിരുന്നു. അവർ എവിടെ നിൽക്കുന്നോ അവിടെ കുരിശ് അവർ മുന്നോട്ട് പോകുമ്പോൾ ആ കുരിശ് അവർക്ക് മുമ്പേ പോകുന്നു. ഫ്രാൻസിസ് പിതാവ് ആ കുരിശയിലേക്ക് നോക്കുമ്പോൾ തൻ്റെ മുഖം തിളങ്ങുന്നതായി ഫ്രയർ ലിയോ കണ്ടു. ഇസ്രായേൽക്കാർ മരുഭൂമിയിലൂടെ നടന്നപ്പോൾ മേഘങ്ങൾ അവരെ അനുഗമിച്ചതുപോലെ സെന്റ് ഫ്രാൻസിസ് സാന്ത മരിയ ദെല്ലി ആഞ്ചലി പ്രവേശിക്കുന്നതുവരെ ആ കുരിശ് അവരോടൊപ്പം നടന്നു. 5ാമത്തെയും അവസാനത്തെയും പരിഗണനയിൽ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മരണശേഷം അവൻ്റെ പഞ്ചശതം സ്ഥിരീകരിക്കാനും അതിൻ്റെ അത്ഭുതം കാണിക്കാനുമായി ദൈവം അനുവദിച്ച ചില ദർശനങ്ങളും വെളിപാടുകളും അത്ഭുതങ്ങളും ആണ് പറയുന്നത്. 10ൽ പരം സംഭവങ്ങൾ ഈ 5ാമത്തെ പരിഗണനയിൽ പരാമർശിക്കുന്നുണ്ടെങ്കിലും നമ്മളിവിടെ 2-3 എണ്ണം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കാനും ഈ അത്ഭുത സംഭവത്തിൽ വിശ്വസിക്കാനും വേണ്ടി മാത്രം. റോമ പ്രോവിൻസിൽ വളരെ ഭക്തനും വിശുദ്ധനുമായ ഒരു സഹോദരന് അത്ഭുതകരമായ ഒരു ദർശനമുണ്ടായി. ഒരു രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒത്തിരി സ്നേഹിച്ചിരുന്ന ഒരു ഫ്രയർ മരിച്ചു. രാവിലെ ചാപ്റ്റർ ഹൗസിൻ്റെ പ്രവേശന കവാടത്തിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തു. അതേ ദിവസം അത്താഴത്തിന് ശേഷം ആ സഹോദരൻ മരിച്ചുപോയ ആ വേദനയിൽ ആ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിപൂർവം ചാപ്പലിൽ ഇരുന്നു. അതിനുശേഷം ആ കബറിടത്തിന് അടുത്തുപോയി പ്രാർത്ഥനയിൽ കണ്ണുനീരിൽ ചിലവഴിക്കാൻ തുടങ്ങി. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് മറ്റെല്ലാ ഫ്രയേഴ്സും ഉറങ്ങാൻ പോയപ്പോൾ ഈ സഹോദരൻ പ്രാർത്ഥനയിലും കണ്ണീരോടെയും ആ കബറിടത്തിങ്കൽ വീണ്ടും ഇരിപ്പായി. പെട്ടെന്ന് ചാപ്റ്റർ ഹൗസിന്റെ ഫ്രണ്ടിലുള്ള ആ നടുമുറ്റത്തോടെ ആരെയോ വലിച്ചിഴയ്ക്കുന്നത് പോലെ ഒരു വലിയ ശബ്ദം കേട്ടു. അപ്പോൾ ഭക്തനായ ഈ സഹോദരൻ തന്റെ മരിച്ചുപോയ സഹോദരന്റെ കബറിടത്തിലേക്ക് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവിടെ ചാപ്റ്റർ ഹൗസിന്റെ പ്രവേശന കവാടത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് നിൽക്കുന്നതും അദ്ദേഹത്തിന്റെ പിന്നിൽ പ്രസ്തുത കബറിടത്തിനു ചുറ്റും വലിയൊരു കൂട്ടം മരിച്ചുപോയ ഫ്രയേഴ്സ് നിൽക്കുന്നതും കണ്ടു. അവൻ അപ്പുറത്തേക്ക് നോക്കി. ക്ലോയിസ്റ്ററിന് നടുവിൽ വളരെ വലിയ ജ്വലിക്കുന്ന അഗ്നി കണ്ടു. തീ ജ്വാലയിൽ മരിച്ചുപോയ തന്റെ സഹോദരന്റെ ആത്മാവുണ്ടായിരുന്നു. അവൻ ക്ലോയിസ്റ്ററിന് ചുറ്റും നോക്കി. യേശുക്രിസ്തു മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഒരു വലിയ കൂട്ടത്തോടൊപ്പം
ആ ക്ലോയിസ്റ്ററിന് ചുറ്റും നടക്കുന്നത് അവൻ കണ്ടു. അവൻ ഈ കാര്യങ്ങളിൽ ഉറ്റുനോക്കുകയും വളരെയധികം ആശ്ചര്യപ്പെടുകയും ചെയ്യുമ്പോൾ ക്രിസ്തു ചാപ്റ്റർ ഹൗസിന്റെ മുമ്പിലൂടെ കടന്നു പോവുകയും വിശുദ്ധ ഫ്രാൻസിസ് മുട്ടുകുത്തി അവിടെ നിന്ന് ഇങ്ങനെ അപേക്ഷിച്ചു: എൻ്റെ സ്നേഹമുള്ള യേശുവേ, അങ്ങയുടെ മനുഷ്യാവതാരത്തിന്റെ ഫലത്താൽ എൻ്റെ ഈ സഹോദരന്റെ ആത്മാവിനെ ജ്വാലയിൽ നിന്നും രക്ഷിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്നാൽ ക്രിസ്തു അവനോട് ഒരു വാക്കുപോലും ഉത്തരം പറയാതെ മുന്നോട്ട് കടന്നുപോയി. പിന്നെ 2ാം പ്രാവശ്യം തിരിച്ചെത്തി ചാപ്റ്റർ ഹൗസിന് മുമ്പിൽ വീണ്ടും കടന്നുപോയപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് വീണ്ടും മുട്ടുകുത്തി ആദ്യത്തേതുപോലെ ഇങ്ങനെ അപേക്ഷിച്ചു: കരുണയുള്ള കർത്താവേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഫലത്താൽ എൻ്റെ ഈ സഹോദര സന്യാസിയുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്നാൽ ക്രിസ്തു അതിനും മറുപടി പറയാതെ മുന്നോട്ടു പോയി. ഈശോ വീണ്ടും ആ ക്ലോയിസ്റ്ററിന് ചുറ്റും നടന്ന് 3ാം പ്രാവശ്യം കറങ്ങി കടന്നുപോയി. തുടർന്ന് സെന്റ് ഫ്രാൻസിസ് മുമ്പത്തെ പോലെ തന്നെ മുട്ടുകുത്തി അവന്റെ കൈകളും കാലുകളും പാർശ്വവും കാണിച്ച് ഇപ്രകാരം പറഞ്ഞു: കരുണയുള്ള ഈശോയെ, നീ എനിക്ക് തന്ന ഈ പഞ്ചക്ഷതത്തിന്റെ ഫലത്താൽ ആ സമയത്ത് ഞാൻ സഹിച്ച ആ വേദനയും ആ വലിയ ആശ്വാസവും ഓർത്ത് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നിയിൽ നിന്ന് എൻ്റെ ഈ സഹോദരന്റെ ആത്മാവിനെ നീ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി കരുണ കാണിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇതാ അത്ഭുതകരമായ കാര്യം. വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ പഞ്ചക്ഷതങ്ങളുടെ പേരിൽ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ തൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി കൊടുത്ത് ഇപ്രകാരം പറഞ്ഞു: ഫ്രാൻസിസ്, എനിക്ക് വേണ്ടി നീ സഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി നിന്റെ സഹോദരനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള എല്ലാ അധികാരവും നിനക്ക് തന്നിരിക്കുന്നു. ഈ വാക്കുകൾ പറഞ്ഞയുടനെ ക്ലോയിസ്റ്ററിലെ തീ അപ്രത്യക്ഷമായി. മരിച്ച സന്യാസി ഫ്രാൻസിസിന്റെ അടുക്കൽ വന്നു. അവൻ മാലാഖമാരുടെ അകമ്പടിയോടുകൂടി ഫ്രാൻസിസിനും ക്രിസ്തുവിനുമൊപ്പം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇത് കണ്ട് ആ സഹോദരൻ അത്യധികം സന്തോഷിച്ചു. മറ്റ് സഹോദരങ്ങളോട് പറഞ്ഞു താൻ കണ്ട കാര്യം. ഫ്രാൻസിസ് പിതാവിന് പർവ്വതത്തിൽ വെച്ച് പഞ്ചക്ഷതം സ്വീകരിച്ച സമയത്ത് ദൈവം കൊടുത്ത ആ വാഗ്ദാനം സത്യമാണെന്ന് അങ്ങനെ എല്ലാവരും ഉറപ്പിച്ചു. ഇനി മറ്റൊരു സംഭവം. മിസ്റ്റർ ലാൻഡോൾഫോ വിശുദ്ധ ഫ്രാൻസിസിനോട് വളരെ വലിയ ഭക്തി പുലർത്തുകയും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന് 3ാം സഭയുടെ വസ്ത്രം സ്വീകരിക്കുകയും ചെയ്ത ഒരാളായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് മരണത്തോടടുക്കുമ്പോൾ ആ പട്ടണത്തിൽ ഒരു സ്ത്രീയിൽ പിശാച് കടന്നു കയറി അവളെ ക്രൂരമായി പീഡിപ്പിച്ചു. തന്നോട് തർക്കിക്കാൻ വന്ന എല്ലാ ജ്ഞാനികളെയും പണ്ഡിതന്മാരെയും അവൾ നിശബ്ദരാക്കി. പിശാച് അവളെ എന്നാൽ 2 ദിവസത്തേക്ക് വിട്ടുപോയി. 3ാം ദിവസം വീണ്ടും അവളുടെ അടുത്തേക്ക് മടങ്ങി. അവൻ അവളെ മുമ്പത്തേക്കാൾ ക്രൂരമായി ഉപദ്രവിച്ചു. അത് കേട്ട് മിസ്റ്റർ ലാൻഡോൾഫോ ഈ സ്ത്രീയുടെ അടുത്ത് ചെന്ന് അവളിൽ വസിച്ചിരുന്ന പിശാചിനോട് ചോദിച്ചു: എന്തുകൊണ്ടാണ് അവൻ അവളെ 2 ദിവസത്തേക്ക് ഉപേക്ഷിച്ചു പോയിട്ട് പിന്നീട് തിരിച്ചെത്തി ഇതിലും കഠിനമായ പീഡനം ഏൽപ്പിച്ചുകൊണ്ട് ഇങ്ങനെ അവളെ സഹിപ്പിക്കുന്നതെന്ന്? അവളിലെ പിശാച് അപ്പോൾ മറുപടി പറഞ്ഞു: ഞാൻ അവളെ വിട്ടുപോയതിൻ്റെ കാരണം ഇതാണ്. ഞാനും എൻ്റെരും കൂടി ഒത്തുകൂടി ഫ്രാൻസിസിന്റെ മരണക്കിടക്കയ്ക്ക് അടുത്തേക്ക് അവൻ്റെ പ്രാണനെ എടുക്കാൻ പോയി. എന്നാൽ അവിടെ ചെന്നപ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ സംഖ്യം മാലാഖമാരാൽ അവൻ വലയം ചെയ്യപ്പെട്ട് സ്വർഗത്തിലേക്ക് നേരിട്ട് പോയതിനാൽ ഞങ്ങൾ പരാജയപ്പെട്ട് തിരികെ പോന്നു. ഈ നികൃഷ്ടമായ സ്ത്രീയുടെ മേൽ വീണ്ടും കയറി. അങ്ങനെ ഫ്രാൻസിസിന്റെ പുറകെ പോയതുകൊണ്ടാണ് ആ 2 ദിവസത്തേന് ഈ സ്ത്രീക്ക് ഞങ്ങളുടെ സാന്നിധ്യമില്ലാതെ പോയത്. തുടർന്ന് മരിച്ചതെന്ന് താൻ പറഞ്ഞ വിശുദ്ധ ഫ്രാൻസിസിന്റെയും ജീവിച്ചിരിക്കുന്ന വിശുദ്ധ ക്ലെയറിന്റെയും വിശുദ്ധിയെക്കുറിച്ചുള്ള സത്യം സംസാരിക്കാൻ മിസ്റ്റർ ലാൻഡോൾഫോ ദൈവനാമത്തിൽ അവനെ ഉപദേശിച്ചു. അവളിലെ ഭൂതം അപ്പോൾ മറുപടി പറഞ്ഞു: ഞാൻ വേണമെങ്കിലും ഇല്ലെങ്കിലും സത്യമായത് ഞാൻ നിന്നോട് പറയുന്നു. ലോകത്തിൻ്റെ പാപങ്ങൾക്കെതിരെ പിതാവായ ദൈവം വളരെ കോപിച്ചു. അവൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമെതിരെ അവസാന വാചകം ഉച്ചരിക്കുകയും അവരെ പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്യുമെന്ന് തോന്നി. ഭൂമിയിലെ മനുഷ്യർക്ക് വേണ്ടി അവൻ്റെ പുത്രനായ ക്രിസ്തു ആ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു മനുഷ്യനിൽ തൻ്റെ ജീവിതവും അഭിനിവേശവും പുതുക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. പിതാവായ ദൈവം പുത്രനെ നോക്കി, പുത്രൻ ഫ്രാൻസിസിനെ നോക്കി. ഫ്രാൻസിസ് യേശുവിനെ പോലെ സഹിക്കാനും യേശുവിനെ പോലെ സ്നേഹിക്കാനും ഉള്ള സന്മനസ് കാണിച്ചപ്പോൾ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്നും ഒരു ദൈവപുത്രനെ പോലെ ഒരാൾ വന്നതിനാൽ
ദൈവം അവനിലൂടെ എല്ലാവരോടും ക്ഷമിച്ചു. ദൈവം വരുത്താനിരുന്ന അന്തിമവിധി വൈകിപ്പിച്ചു. പലർക്കും മാനസാന്തരപ്പെടാനും ദൈവത്തിലേക്ക് തിരിച്ചു വരുവാനുമുള്ള അനുഗ്രഹം ഇവരിലൂടെ ദൈവം പലർക്കും കൊടുത്തു. അവസാനമായി ഗ്രിഗറി 9 മാർപ്പാപ്പ ഫ്രാൻസിസ് പിതാവിന്റെ പഞ്ചക്ഷതത്തെപ്പറ്റി സംശയിക്കുകയും തുടർന്നുണ്ടായ അനുഭവത്തെപ്പറ്റിയും തന്റെ ബോധ്യപ്പെടലിനെപ്പറ്റിയും നമുക്ക് കാണാം. മാർപ്പാപ്പായ്ക്ക് സെന്റ് ഫ്രാൻസിസിന്റെ മുറിവിനെക്കുറിച്ച് അല്പം സംശയം ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം തന്നെ വിവരിച്ചതുപോലെ വിശുദ്ധ ഫ്രാൻസിസ് ഒരു രാത്രി ആ മാർപ്പാപ്പായ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. വലത് കൈ അല്പം ഉയർത്തി അവന്റെ വശത്തെ മുറിവ് അനാവരണം ചെയ്തു. അവനോടൊരു പാത്രം ചോദിച്ചു. അവൻ അത് കൊണ്ടുവന്നു. വിശുദ്ധ ഫ്രാൻസിസ് അത് തൻ്റെ വശത്തെ മുറിവിൽ വെക്കാൻ ആവശ്യപ്പെട്ടു. ആ മുറിവിൽ നിന്ന് പുറത്തേക്ക് വന്ന വെള്ളം കലർന്നുകൊണ്ടുള്ള രക്തം കൊണ്ട് ആ പാത്രം വക്കോളം നിറഞ്ഞു. അന്നു മുതൽ എല്ലാ സംശയങ്ങളും അവനിൽ നിന്ന് മാറി. അതിനുശേഷം എല്ലാ കർദിനാൾമാരുടെ ഉപദേശത്തോടെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഏറ്റവും വിശുദ്ധമായ പഞ്ചക്ഷതം മാർപ്പാപ്പ അംഗീകരിക്കുകയും പിന്നീട് വന്ന പല മാർപ്പാപ്പമാരും അത് അംഗീകരിച്ച് മാർപ്പാപ്പയുടെ മുദ്രയോടുകൂടിയുള്ള പ്രത്യേക പദവിയും അനുഗ്രഹവും ഫ്രാൻസിസ്കൻ സഭയ്ക്ക് മൊത്തം നൽകുകയും ചെയ്തു. നമ്മുടെ പിതാവായ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മഹത്വവും പരിശുദ്ധമായ പഞ്ചക്ഷതത്തിൻ്റെ അത്ഭുതങ്ങളും പറഞ്ഞാൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞതുപോലെ ഈ ലോകത്തിലെ പുസ്തകങ്ങളോ പേജുകളോ മതിയാവുകയില്ല. വിശുദ്ധ ബോണവെഞ്ചറിൻ്റെ 2 പുസ്തകം മൊത്തം വിശുദ്ധ ഫ്രാൻസിസ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് വിവരിക്കുന്നത്. ഈ വിശുദ്ധനെ പിന്തുടരാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. അവൻ്റെ മഹത്തായ പഞ്ചക്ഷതങ്ങളുടെ മേന്മയാൽ അനുഗ്രഹത്താൽ അവനോടൊപ്പം പറുദീസായിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്കോരോരുത്തർക്കും അർഹത ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ സ്തുതിക്കായി ആമേൻ.